ആ സമയത്ത് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങുകയാണ്. സൂറത്തുൻ നിസാ 69-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീൻ വശ്-ശുഹദാഇ വസ്-സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ടെൻഷൻ വേണ്ട. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ, അവരെ സ്നേഹിച്ചാൽ, അവർ പറയുന്നത് ജീവിതത്തിലേക്ക് പകർത്തി വെച്ചാൽ, അവർ പിന്നീട് മരിച്ചുപോയാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവർ അല്ലാഹു തആല നിഅമത്ത് ചെയ്ത വിഭാഗമുണ്ടല്ലോ, അവരോടുകൂടെ ആയിരിക്കും. മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ. അംബിയാക്കളെ കൂടെ, സിദ്ദീഖീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സാലിഹീങ്ങളെ കൂടെ ആ മനുഷ്യന്മാർ നാളെ പരലോകത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ്. വഹസുന ഉലൈക റഫീഖാ. അവരല്ലയോ നല്ല കൂട്ടുകാരൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ. മഹാനായ ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഇബ്നു അബ്ദുർ റബ്ബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ലമ്മാ മാതൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഖാല, ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ അഇന്നി ഹത്താ ലാ അറാ ശൈഅൻ ബഅദഹു. അല്ലാഹുവേ, എന്നെ ഒന്ന് റബ്ബേ നീ അന്ധനാക്കുമോ അല്ലാഹ്. ഹത്താ ലാ അറാ ശൈഅൻ ബഅദഹു. ഇനി എനിക്ക് ദുനിയാവ് കാണണ്ട. എന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ, ഇനി എനിക്ക് ദുനിയാവ് കാണണ്ട. ഫഅമിയ മകാനഹു. ആ സ്ഥലത്തിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ടവർ അന്ധനായി മാറി. ഞാൻ പറയുകയില്ല, തഫ്സീറുൽ ഖുർതുബിയിലെ ഈ സൂറത്തുൻ നിസാഇന്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന സ്വാഹിബുൽ ഖുർതുബി പറഞ്ഞതാണ്. ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴുമുള്ള ആഗ്രഹമായിരിക്കണം. റസൂലുള്ളാഹിനെ യഖലത്തിലും മനാമിലും കാണാൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ,